അൽ അമലു തതവ്വുഇ സന്നദ്ധ പ്രവർത്തനം വളണ്ടിയറിങ്. ഈ കവിത ചൊല്ലി നോക്കാം. മാക്കാന അഹ്ല മൗദിഇ, എന്തൊരു മധുരമുള്ളതാണ്, എന്തൊരു മനോഹരമായതാണ് എൻ്റെ സ്ഥാനം. ഏത് സ്ഥാനം? ഫിൽ അമലി തതവ്വുഇ, സന്നദ്ധ പ്രവർത്തനത്തിലുള്ള എൻ്റെ സ്ഥാനം. അതായത് സന്നദ്ധ പ്രവർത്തനം എന്ന എൻ്റെ ഈ സ്ഥാനമുണ്ടല്ലോ, അതെന്തൊരു മനോഹരമായ സ്ഥാനമാണ്, എന്തൊരു മനോഹരമായ പ്രവൃത്തിയാണിത്. സന്നദ്ധ പ്രവർത്തനം അതായത് സ്വയം ജനങ്ങൾക്ക് സേവിക്കാൻ വേണ്ടി ഇറങ്ങിത്തിരിക്കൽ, അതാണ് സന്നദ്ധ പ്രവർത്തനം. അസ്മു ബിഹി ഇലൽ ഉല, അതിനെ കൊണ്ട് ഞാൻ ഉന്നതിയിലേക്ക് ഉയരും. അസ്മു, ഞാൻ ഉയരും, ബിഹി, ആ സന്നദ്ധ പ്രവർത്തനം കൊണ്ട്, ഇലൽ ഉല, ഉന്നതിയിലേക്ക്. വകുല്ലു ഇഖ്വതി മഇ, എൻ്റെ കൂടെ എൻ്റെ സഹോദരങ്ങളും എൻ്റെ കൂടെയുള്ളവരും ഞാനും എല്ലാവരും ഈ സന്നദ്ധ പ്രവർത്തനം കൊണ്ട് ഉന്നതങ്ങളിലേക്ക് ഉയരും. ബിഹിമ്മത്തിൻ മൻബഉഹ, ദൃഢനിശ്ചയമാണ് അതിൻ്റെ ഉറവിടം. സന്നദ്ധ പ്രവർത്തനത്തിൻ്റെ ഉറവിടം എന്താണ്? ദൃഢനിശ്ചയമാണ്. എല്ലാവർക്കും സേവനം ചെയ്യുക എന്ന ഒരു ദൃഢനിശ്ചയത്തോടെയാണ് എല്ലാവരും സന്നദ്ധ പ്രവർത്തനത്തിന് മുന്നിട്ടിറങ്ങുന്നത്. അക്രിം ബിഹി മിൻ മൻബഇ, എന്തൊരു മഹത്തായ ഉറവിടമാണിത്. ഈ ദൃഢനിശ്ചയം എന്നത് എന്തൊരു മഹത്തായ ഉറവിടമാണ്. തുസായിറുൽ ഖൈറ, അത് നന്മയെ പിന്തുടരും. സന്നദ്ധ പ്രവർത്തനം എന്നത് മുഴുവൻ നന്മയാണ് ചെയ്യുന്നത് മുഴുവൻ. വഫി മർഅ സവാബി തർതഇ, മർഅ സവാബി, പ്രതിഫലത്തിൻ്റെ മേച്ചിൽപ്പുറങ്ങളിൽ മേയും. അതായത് സന്നദ്ധ പ്രവർത്തനത്തിൽ ഏർപ്പെടുന്നവർക്ക് റബ്ബിൻ്റെ അടുക്കൽ നിന്നും ധാരാളം പ്രതിഫലം ലഭിക്കുന്നതാണ്. ബില്ലാഹി ഖുൽ യാ സാഹിബി, കൂട്ടുകാരാ, അള്ളാഹുവിൻ്റെ പേരിൽ സത്യം ചെയ്ത് പറയൂ. വ അൻത ലിൽ ഖൗലി തഈ, ഈ വാക്കിനി പിന്തുടരുന്നുണ്ട് എങ്കിൽ, ഈ വാക്കിനി വിശ്വസിക്കുന്നുണ്ട് എങ്കിൽ. ഹൽ ഫി ഹയാത്തി അമലുൻ, എൻ്റെ ജീവിതത്തിൽ ഒരു പ്രവർത്തനമുണ്ടോ? അൻഫഉ മിൻ തതവ്വുഇ, ഈ സന്നദ്ധ പ്രവർത്തനത്തെക്കാൾ ഉപകാരപ്രദമായ ഒരു പ്രവർത്തനം എൻ്റെ ജീവിതത്തിൽ വേറെയുണ്ടോ? വഹൽ ബിഗൈരിഹി അറ, അതല്ലാതെ, ഈ സന്നദ്ധ പ്രവർത്തനമല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനം ഞാൻ കാണുമോ? ഖുർബർ റസൂലി മൗഖിഇ, പ്രവാചകന്റെ അടുക്കൽ എൻ്റെ സ്ഥാനം ഉറപ്പിക്കാൻ വേണ്ടി ഇതല്ലാതെ മറ്റെന്തെങ്കിലും പ്രവർത്തനം എനിക്ക് കാണാൻ കഴിയുമോ? അതായത് അത്രയും മികച്ച ഒരു മേഖലയാണ് സന്നദ്ധ പ്രവർത്തനം എന്നത്. മറ്റുള്ളവരെ സേവിക്കാൻ വേണ്ടി ഇറങ്ങുന്നതാണ് അല്ലേ. സ്വന്തം ആവശ്യങ്ങളും മറ്റും മാറ്റിവെച്ചുകൊണ്ട് ജനങ്ങൾക്ക് വേണ്ടി, ആവശ്യമുള്ളവർക്ക് വേണ്ടി, നിരാലംബർക്ക് വേണ്ടിയും മറ്റും സമൂഹത്തിന് വേണ്ടിയുമൊക്കെ ഇറങ്ങിത്തിരിച്ച് പ്രവർത്തിക്കുക, അതാണ് ഏറ്റവും നല്ല പ്രവർത്തനം. ഈ കവിത എഴുതിയിരിക്കുന്നത് വലീദ് ജാസിം അൽ ഖല്ലാഫ് എന്ന കവിയാണ്. മൽമൂനുൽ മൽമൂമി, കവിതയുടെ ആശയം. യഖൂലു ഷായിർ ഫി ഷെയ്രിഹി, ഈ കവി തൻ്റെ കവിതയിൽ പറയുന്നു, അൻ അളമത്തിൽ അഅമാലി തതവ്വുഇയ്യത്തി, സന്നദ്ധ പ്രവർത്തനങ്ങളുടെ അളമത്തിനെ കുറിച്ച്, മഹത്വത്തെക്കുറിച്ച്. വ അഹമ്മിയതിഹ, അതിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ചും. വബിൽ അഅമാലി തതവ്വുഇയ്യത്തി, സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് യഖ്തദിറുൽ മർഉ, മനുഷ്യന് കഴിയും, അൽ വുസൂല ഇലൽ ഖിമ്മത്തി വറഫ്ഇൽ ഹിമ്മത്തി, ഉന്നതിയിലേക്ക് എത്താൻ, ഔന്നിത്യങ്ങളിൽ എത്തിച്ചേരാൻ കഴിയും സന്നദ്ധ പ്രവർത്തനങ്ങൾ കൊണ്ട് മനുഷ്യന്. വഹാദിഹിൽ അഅമാലു, ഈ സന്നദ്ധ പ്രവർത്തനങ്ങൾ തസ്തഹിഖു സവാബൽ അളീമ ഇൻദല്ലാഹി, അല്ലാഹുവിൻ്റെ അടുക്കൽ വലിയ പ്രതിഫലത്തിന് അർഹമാണ്. വൽ മുതതവ്വിഉ ബി അഅമാലിഹി, സന്നദ്ധ പ്രവർത്തകൻ യംതസിലു അവാമിറ റസൂലി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നബിയുടെ കൽപ്പനകളൊക്കെ അനുസരിക്കുന്നവനാണ്. ഇനി നുബ്ദത്തുൻ അനി ഷായിരി, ഈ കവിയെക്കുറിച്ച് ഉള്ള ചില കാര്യങ്ങൾ. ആരാണ് കവി? ബുലിദ വലീദ് ജാസിം മുഹമ്മദ് സുലൈമാൻ അൽ ഖല്ലാഫ്, അതാണ് അദ്ദേഹത്തിൻ്റെ പേര്. എപ്പോഴാണ് ജനിച്ചത്? ബുലിദ ജനിച്ചു 1958 മിലാദിയ, 1958 ഫിൽ കുവൈത്ത്, കുവൈത്തിലാണ് ജനിച്ചത്. കാന മുദരിസ ലോത്തിൽ അറബിയത്ത്, അദ്ദേഹം അറബി ഭാഷ അധ്യാപകനായിരുന്നു. വഹുവ ഉളുവ റാബിത്തത്തുൽ അദ്ബാഇൽ കുവൈത്തിയ, കുവൈത്തിലെ സാഹിത്യകാരന്മാരുടെ സംഘടനയിലെ ഒരു മെമ്പറാണ് അദ്ദേഹം. ഷാറക ഫി ഇദ്ദത്തി ഉംസിയാത്തിൻ ഷെയ്രിയത്തിൻ ബിൽ കുവൈത്ത്, കുവൈത്തിൽ വെച്ച് നടത്തപ്പെട്ട ധാരാളം കവിതാ സായാഹ്നങ്ങളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഉംസിയാത്ത് മീൻസ് വൈകുന്നേരങ്ങൾ, സായാഹ്നങ്ങൾ, അതായത് കവിതാ ചർച്ചകൾ, കവിതാ സദസ്സുകളിൽ അദ്ദേഹം പങ്കെടുത്തിട്ടുണ്ട്. ഹസുല അല ഷഹാദത്തി തഖ്ദീർ, അദ്ദേഹത്തിന് ഷഹാദത്ത് തഖ്ദീർ, സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ്, സർട്ടിഫിക്കറ്റ് ഓഫ് അപ്രീസിയേഷൻ, അത് ലഭിച്ചിട്ടുണ്ട്. മിൻ ജംഇയ്യത്തുൽ മുഅല്ലിമീനിൽ കുവൈത്തിയ, കുവൈത്തി ടീച്ചേഴ്സ്
അസോസിയേഷനിൽ നിന്നും അദ്ദേഹത്തിന് സർട്ടിഫിക്കറ്റ് ഓഫ് മെറിറ്റ് ലഭിച്ചിട്ടുണ്ട്. എന്തിനെ? ലി ആമാലിഹി ഷേരിയ, തൻ്റെ കവിതാ പ്രവർത്തനങ്ങൾക്ക്, മീൻസ് കവിതാ വർക്ക്, അതായത് കവിതാ രചനകൾ, കവിതകൾക്ക് അദ്ദേഹത്തിന് ഇത് കിട്ടിയിട്ടുണ്ട്. ദിവാനഹു, അദ്ദേഹത്തിൻ്റെ ദിവാനാണ്, കവിതാ സമാഹാരമാണ് കുല്ലുൽ അയാദിയദുൻ എന്ന കവിതാ സമാഹാരം. ഇനി നുറാജിഉൽ മൻദൂമ, കവിത വായിച്ചു നോക്കിയിട്ട് വനസ്തഖ്രിജുൽ കലിമാത്തുൽ മുസജ്ജഅത്തായ പദങ്ങൾ കണ്ടെത്താം. ഇവിടെ ഒന്ന് കൊടുത്തിട്ടുണ്ട്, അത്തത്വഴി എന്ന് വെച്ചാൽ കവിതയുടെ അവസാനത്തിൽ വരുന്ന ഒരേ രൂപത്തിലുള്ള വാക്കുകളില്ലേ, ഒരേ ഈണത്തിൽ അവസാനിക്കുന്ന അത്തത്വഴി, മഴി, മമ്പഴി, തർത്തഴി, തഴി, തത്വഴി, മൗഖി, ഇതൊക്കെയാണ് ഇതിലുള്ള അൽ കലിമാത്തുൽ മുസജ്ജ. അതിവിടെ എഴുതുക. നുൻഷിദുൽ മൻദൂമ ബി അൽഹാനിൻ മുഖ്തലിഫ, വിവിധ ഈണങ്ങളിൽ ഈ കവിത ചൊല്ലി നോക്കൂ. ഓക്കെ, ഇതോടെ 4ാമത്തെ യൂണിറ്റ് അവസാനിച്ചു. അടുത്ത വീഡിയോയിൽ നമുക്ക് 5ാമത്തെ യൂണിറ്റ് പഠിക്കാം.